ഗായ്സ്, അപ്പം നമ്മളെ ഇന്ന് ഡയറ കപ്പിൾസിലല്ല എൻ്റെ ചാനലിലാണ് വീഡിയോ ഇടുന്നത്. എൻ്റെ പുതിയൊരു ചാനൽ. അപ്പോൾ ചാനൽ കുറേയായി. അതിലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വേറൊന്നുമല്ല, ഈ ഒരു സംഭവം എനിക്ക് ആ ചാനലിൽ എടുത്തിടണ്ടെന്ന് തോന്നി. അപ്പം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇതിനു മുമ്പ് അറിയാത്ത നമുക്ക് ചക്കനാർക്കൊന്നും മുടി പിടിച്ച് വലിക്കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ നിൽക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. പിന്നെ ചെറിയൊരു സൗണ്ട് ഉണ്ടാവും, അമ്മ പുറത്ത് കീബോർഡ് വായിക്കുന്നതാണ്. സൗണ്ട് ഇതിൽ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അയ്യോ, മുടിയൊക്കെ ഇട്ടാൽ കുറച്ച് ഷോ കാണിച്ചത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. ഞാൻ നോർമലി ഇപ്പം നെഗറ്റീവ് കമൻസ് ഒന്നും മൈൻഡ് ചെയ്യാതെ എൻ്റെ പാട്ടിന് വേറെ പണികളായി നോക്കി പോകുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്കിത് റിയാക്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് കിടന്ന ഉറക്കം വരില്ല ഗായ്സ്. എനിക്ക് ഉറക്കം വരുന്നില്ല. സോ ഞാൻ വിചാരിച്ചു എന്നാൽ അതൊന്ന് റിയാക്ട് ചെയ്തേക്കാമെന്ന്. ഏട്ടൻ പോലും അറിഞ്ഞിട്ടില്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കാര്യം. ഞാൻ എന്തായാലും ഇത് പോസ്റ്റ് ചെയ്യും. എനിക്ക് വയ്യ, കുറച്ച് പറയട്ടെ, കുറച്ച് റീച്ച് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇതൊന്നും പറയാതിരിക്കാൻ പറ്റും. ഇത് പറഞ്ഞേക്ക് 4 തെറി യൂട്യൂബ് ആയതുകൊണ്ട് തെറി വിളിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ തെറി വിളിക്കില്ല ഗൈസ്. എനിക്ക് 4 വർത്താനം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസ്സിനൊരു സമാധാനം കിട്ടില്ല. അല്ല പിന്നെ കുറേ നാളായി ഗൈസ് നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്ത ആരോ വന്ന് കമൻറ്റ് ഇടുന്നു. ഈ കമൻറ്റ് എല്ലാ കമൻറ്റൊന്നും ഞാൻ എടുത്തില്ല, വേറെ ഒന്നുമില്ല. എനിക്ക് തപ്പിപ്പിടിച്ചെടുക്കാൻ വയ്യ. ഞാൻ അധികം ഞാൻ കമൻസ് ഒന്നും മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ കുറേ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മൾ റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് കമൻറ്റ് ലൈക്ക് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുമല്ലോ. അങ്ങനെ നോക്കിയ സമയത്ത് ഇതെന്താടാ മുടി പിടിച്ച് വലിക്കണം, അങ്ങനെ നോക്കിയ സമയത്ത് ഞാൻ കണ്ടതാണ് ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് റിയാക്ട് ചെയ്ത് വിട്ടേക്കാം. പിന്നെ നമ്മുടെ ചാനലിൽ അത് ഇടണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ ഇടുന്നത്. ഞാൻ ഒരു 3 കമൻസ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം. ഫസ്റ്റ് ഞാൻ വായിക്കാം. ഞാനും ഏട്ടനും ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിൽ പോയിരുന്നു കുഞ്ഞിനെയും കൊണ്ട്. അപ്പോൾ എടുത്തൊരു വീഡിയോ കേട്ടോ. അതിൻ്റെ അടിയിൽ യൂസർ പിന്നെന്തോ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. പേരൊന്നും അറിയില്ല. ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഏതൊരു മാന്യനോ മാന്യത്തെയോ ആണ്. ഈ കരിങ്കുരങ്ങിനെ വീട്ടിൽ കയറ്റിയ അമ്മയും അച്ഛനെയും സമ്മതിക്കണം. എല്ലാവരും നന്നായിരിക്കണം. എന്നാൽ ഈ കരിങ്കുരങ്ങ് മാത്രം ഒന്നിനും കൊള്ളില്ല. എന്നാലും ഈ പയ്യന് വേറൊരു പെണ്ണിനെയും കിട്ടിയില്ലല്ലോ. പല്ലും വായും കണ്ടാൽ തന്നെ അറപ്പാവുന്നു. എന്നാലും നീഗ്രോയുടെ മൂടുതങ്ങൾ പറയും ആനക്കുട്ടി സുന്ദരിയാണ്, അപ്സരസാണെന്നൊക്കെ. അത് കേട്ട് തനിക്ക് ഒടുക്കത്തെ ഗ്ലാമറാണെന്ന് വിശ്വസിക്കുന്ന വെറും കരിമന്തി. ഞാൻ കരിമന്തിയാണത്തെ കേസ് അല്ല. എനിക്ക് അങ്ങനെ വരുന്നുണ്ട് എനിക്ക് കുറേ വാക്കുകൾ. പക്ഷേ നല്ലൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കാൻ പാടില്ലാത്ത കൊണ്ടും എൻ്റെ മാക്സിമം ഞാൻ ഉള്ളിൽ വെച്ചിട്ട് പറയണം. നിനക്കൊക്കെ എന്തിൻ്റെ കേടാണ് എനിക്കറിയാമല്ലാണ്ട് ചോദിക്കുകയാണ്. ഇതൊക്കെ ഇട്ടിട്ട് നിനക്കൊക്കെ എന്ത് ഉണ്ടയാണ് കിട്ടുന്നത്, എന്ത് തേങ്ങാക്കൊലയാണ് കിട്ടുന്നത്? ഇനിയിപ്പം ഞാൻ എന്തോ ആയിക്കോട്ടെ, എനിക്ക് വെളുപ്പില്ല. പിന്നെ ഏട്ടൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും ഞങ്ങൾ അമ്മായിയപ്പനും തമ്മിലുള്ള കണക്ഷൻ എന്നൊന്നും നിങ്ങൾക്കറിയോ? ഈ പറയുന്നവർക്കറിയോ? പിന്നെ നിങ്ങളെപ്പോലുള്ളവർ പല ഇതൊക്കെ പറയുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് മനസ്സമാധാനം കിട്ടുന്നതെന്ന് എനിക്കറിയാത്ത. എല്ലാവരും പറയും നമ്മൾ ഒരു പട്ടി ഇങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കും, നമ്മളത് മൈൻഡ് ചെയ്യാന്നാൽ നമുക്ക് പിന്നെ അതിനെ കല്ലെറിയാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ഇട്ടിട്ട് പോകണമെന്ന്. പക്ഷെ കുറേ കുറച്ചിട്ട് എത്ര കിട്ടിക്കും പട്ടിക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ 4 അടി കൊണ്ട് കൊടുക്കണം, നല്ലൊരെണ്ണം. ചിലപ്പോൾ അത് പോയില്ലെങ്കിൽ എനിക്കൊരു പിണ്ണാക്കുമില്ല, അത് വേറെ കാര്യം. ചെക്കനാണ് കേട്ടോ. എൻ്റെ കൊച്ചൊക്കെ ഒന്ന് വളർന്ന് വരട്ടെ, കാണിച്ചാലൊന്നും അല്ല. നിങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെ പറയുന്നതുകൊണ്ട് എന്ത് മനസ്സുഖമാണ് കിട്ടണത്. ഫസ്റ്റൊക്കെ ഞാൻ ഇത് കേട്ട് കരഞ്ഞ് വിഷമിച്ച് കുത്തി അങ്ങനെ ഇരിക്കുന്നതാണെങ്കിൽ വിചാരിക്കും വേണമെങ്കിൽ നിനക്ക് വേണ്ടി 4 കരച്ചിൽ കരയാം. എന്നെ നീ നല്ല കരിപത്തിയത് വിളിച്ചല്ലോ, എൻ്റെ വായു പല്ല കണ്ട അറപ്പാകുമ്പോൾ പറയല്ലോ പറഞ്ഞ് ഞാൻ വേണമെങ്കിൽ കരയാം. അങ്ങനെ കരയണത് കാണാനാണെങ്കിൽ പണ്ടത്തെ ഞാനാണെങ്കിൽ ഇരുന്ന് കരഞ്ഞേനെ. പക്ഷെ ഇപ്പോഴത്തെ ഞാൻ കരയൂല. മനസ്സിലായോ? നിങ്ങളിനി ഇതല്ല ഇതിനപ്പുറം എന്ത് മണ്ണാങ്കട്ടി ഇട്ടാലും എനിക്കൊരു ഉണ്ടയില്ല. പക്ഷേ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കമൻ്റ് ഇടാം, നിങ്ങളിഷ്ടമുള്ള വീഡിയോ ഇടുന്നുണ്ടല്ലോ, അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് കമൻ്റ് ഇടാം എന്നുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് വരും. പക്ഷേ ഇങ്ങനെ ഒരു കമൻറ്റ് നിങ്ങൾ പറ എങ്ങനെ? എനിക്ക് സംശയം ഇനി എന്നോട് ചോദിക്കും ഞാനാണോ മനുഷ്യ സ്ത്രീ എന്നാണ്. എനിക്ക് സംശയം ഈ കമൻ്റ് ഇടുന്നത് മനുഷ്യനാണോ എന്ന് എനിക്കൊരു ഡൗട്ടില്ല. അതില്ല. ഇപ്പോൾ AI ഒക്കെ ജനറേറ്റ് ആയ കാലമല്ലേ, മനുഷ്യനെ മൃഗമാക്കാൻ പറ്റുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു മൃഗങ്ങൾക്ക് ഇതിലും മാന്യത ഉണ്ടാവും എന്ന് തോന്നുന്നു. ഈ 2ാമത്തെ കമൻറ്റ് സത്യം പറഞ്ഞാൽ അത് നിങ്ങളുടെ ഫാൻസിന് പിടിക്കില്ല. കറക്റ്റ് ഒരു ഗൊറില്ലയാണ് നിങ്ങൾ. ലാസ്റ്റ് പിക്ചറിൽ ഗൊറില്ല കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്ന പോലെയുണ്ട്.
കുഞ്ഞ് പക്ഷേ ക്യൂട്ടാണ്. ആ 2 കുഞ്ഞുങ്ങളുടെ ഫോട്ടോ നിങ്ങൾ കൂടെ ഇല്ലാതെ എടുക്കുമായിരുന്നെങ്കിൽ സൂപ്പറായേനെ. അതെല്ലേ, എൻ്റെ മക്കളാണത്, മനസ്സിലാക്ക്. ഇവിടെ കിടക്കുന്നുണ്ട് കുഞ്ഞാപ്പി പാടാ. ഇവൻ എൻ്റെ മൂന്ന് കണ്ട് കരയുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു സിറിക്ക് കുഞ്ഞാണാ, ഒരു ചിക്കടാ പന്ന് കൊക്കങ്ങട്. ആ ഇത് എൻ്റെ അമ്മയാണ് വരാം. ആ ഇവനെ ജനിച്ചപ്പോൾ തൊട്ട് എൻ്റെ മുഖം കണ്ടതാണ് അവളും. ഇതേവരെ എൻ്റെ പിള്ളേർ അതല്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവർക്കൊക്കെ എന്തിൻ്റെ അസുഖമാണ്. എൻ്റെ പിള്ളേർ ചിലപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും കംഫർട്ട്. അതിനിങ്ങനെയൊക്കെ ഉണ്ട കമൻറ്റും കൊണ്ട് എൻ്റെ കൺമുന്നിങ്ങനെങ്ങാനും കണ്ടിരുന്നെങ്കിൽ ഉള്ള കാര്യം പറയാൻ വലിച്ചു കയറിഞ്ഞാൽ ഒട്ടിച്ചാണ് ഞാൻ. പിന്നെ ഞാൻ പഠിക്കാൻ പോണ വീഡിയോട്ടോ അതിൻ്റെ ഇടയിൽ കമൻറ്റ്. നീക്കിരോ ഇനി പഠിക്കാത്തതിൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം കുറച്ച് ശുചിത്വത്തോടെ നടക്കാൻ നോക്ക്. നിങ്ങളുടെ വായും പല്ലും കണ്ടാൽ അറപ്പാകുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരുണ്ടാകും, അതുപോലെ നിങ്ങളെ കണ്ണിന് കാണാൻ വെറുപ്പുള്ളവരുണ്ടാകും. നിങ്ങളുടെ പല്ലും വായും കളറും വെച്ചല്ലേ നിങ്ങൾ ഫാൻസിനെ ഉണ്ടാക്കിയിരുന്നത്. സാധാരണമാണ്. എൻ്റെ പല്ലും വായും കളറും വെച്ചിട്ട് എനിക്ക് 100 എത്ര ഫാൻസ് ഉണ്ട്? 1000 ഫാൻസ്. എൻ്റെ ഒരു ഇത് ശരിയാണെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ അല്ലെങ്കിൽ എൻ്റെ വർത്തമാനം അല്ലെങ്കിൽ എന്നെ നേരിട്ട് കണ്ടവർ എൻ്റെ സംസാരം എൻ്റെ പെരുമാറ്റമൊക്കെ കണ്ടിട്ടായിരിക്കും എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ വേറെയുള്ളവർ എൻ്റെ പല്ലും വായും എന്തൊക്കെ ഉണ്ട് അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എൻ്റെ ശുചിത്വക്കുറവാണുള്ളത്. ഒരു സ്ലീവ്ലെസ് ഡ്രസ്സ് ഇടുന്നതാണ് പ്രശ്നം. ഇല്ലെങ്കിൽ എൻ്റെ പല്ല് ക്ലിപ്പിട്ടിരിക്കുകയാണ് കണ്ട എൻ്റെ പല്ല് ക്ലിപ്പിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വായ മുഴുവനായിട്ട് അടയ്ക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മിക്ക വീഡിയോയിലും ഇങ്ങനെ ഭയങ്കര ഓപ്പണായി സംസാരിക്കുന്നത്. കാരണം നമുക്ക് ഇട്ടവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. പിന്നെ എൻ്റെ കംഫർട്ടാണ് ഞാൻ എന്ത് ഡ്രസ്സ് ഇടണം, ഞാൻ എങ്ങനെ നടക്കണം. എൻ്റെ ഭർത്താവിനും എൻ്റെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും മക്കൾക്കും ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്കൊക്കെ എന്താണ്? ഇപ്പം എനിക്ക് പേഴ്സണലായിട്ട് എനിക്കൊരു എന്താ പറയുക, ഒരു സെൽഫായിട്ടൊരു സംഭവമുണ്ട്. ഞാനിപ്പോൾ ആഗ്രഹിക്കില്ലേ എനിക്ക് അങ്ങനെ ഇതാക്കണം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കട്ടയാണ് കിട്ടണത് എനിക്കറിയാം. ഞാൻ എന്തൊക്കെയോ പറയണം വിചാരിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ തുടങ്ങിയത്. പക്ഷേ ഇത് തുടങ്ങിയപ്പോൾ എനിക്ക് എന്ത് പറയണം എന്ന് എനിക്ക് അറിയുന്നില്ല ഗായ്സ്, എനിക്ക് അറിയുന്നില്ല സത്യം. നിങ്ങൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ ഞാൻ കുറച്ച് ഓവറായി. പക്ഷെ ഞാൻ കുറച്ച് ആക്റ്റീവായി വരികയാണ് ഇപ്പം. അതുകൊണ്ടാണ് ഞാൻ കരയാത്തത്, അത് മനസ്സിലായി. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനൊക്കെ അന്ന് പൊട്ടിക്കരഞ്ഞ് പഞ്ചറാക്കി ഇട്ടുണ്ടാവും. പക്ഷെ എനിക്കിപ്പോൾ ചിരിയാണ് വരുന്നത്, ചിരി. എനിക്കറിയില്ല, ദൈവമേ എന്നല്ല. പിന്നെ കുറേ പേര് എൻ്റെ വിശ്വാസത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ഇതിലിപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് എനിക്കറിയാം. എനിക്കതിപ്പോൾ 4 ആളെ കാണിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ അത് ചെയ്യുന്നു, ഞാൻ ഇത് ചെയ്യുന്നു. എനിക്ക് 4 പേരെ കാണിച്ച് നടക്കേണ്ട ആവശ്യം എനിക്കില്ല. എൻ്റെ മനസ്സിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. അത് ഞാനും ദൈവവും തമ്മിലുള്ള ഇതാണ്. അതിലെനിക്ക് എല്ലാവരെയും കാണിച്ചത് നടക്കണം ഇതാക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. രണ്ടാമത്തെ കാര്യം എൻ്റെ ഡ്രസ്സ്. എനിക്ക് കയ്യില്ലാത്ത ഡ്രസ്സ് ഇടാൻ ഇഷ്ടമാണ്. ഞാനതിൽ കംഫർട്ടാണ്. അവനോട് വർത്താനം പറഞ്ഞിരിക്കണം, അതാണ് അവൻ അതാണ് പറയുന്നത്. ഇല്ലടോ അപ്പം എനിക്ക് കംഫർട്ടാണ് അങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ. അപ്പം അതുകൊണ്ട് ഞാൻ ഇടുന്നു. നിങ്ങൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഞാൻ എൻ്റെ ഡ്രസ്സ് ഞാൻ എൻ്റെ പൈസ കൊടുത്ത് ഞാൻ വാങ്ങുന്ന ഡ്രസ്സ് ഞാൻ ഇടുന്നു, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് വാങ്ങി തരുന്ന ഡ്രസ്സ് ഞാൻ ഇടണം. ഇനി നിങ്ങൾക്കൊക്കെ എന്ത് കുരിയോടെ പൊട്ടണമെന്ന് എനിക്കറിയാത്തത്. പിന്നെ എൻ്റെ കളറ് ഭംഗി, ഇതാണ് കളറ്, ഇതാണ് എൻ്റെ കളറ്, ഇതാണ് എൻ്റെ പല്ല്, ഇതാണ് എൻ്റെ മുഖം. ഇത് കണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇട്ടാൽ മതി. എനിക്ക് ആരും എന്നെ ഇഷ്ടപ്പെടണം, എന്നെ ആരാധിക്കണം, എന്നെ സ്നേഹിക്കണം, എനിക്ക് അതാക്കണം, എനിക്ക് ഒരു ആഗ്രഹമില്ല. മനസ്സിലായാ? എന്നെ ഇങ്ങനെ കണ്ട് എൻ്റെ ഈ വർത്താനം, എൻ്റെ ഈ മുഖം കണ്ട് ഇഷ്ടപ്പെടുന്നവർ എനിക്ക് മതി. എനിക്ക് അല്ലാത്തൊരു വേണ്ട, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായാ? എനിക്ക് നിങ്ങളൊന്നും തിന്നാൻ അരിയും തരുന്നില്ല, ഒരു മണ്ണും തരുന്നില്ല. ഞാനും എൻ്റെ ഹസ്ബൻഡും അധ്വാനിച്ചുണ്ടാക്കി തന്നെയാണ് ഇതുവരെയും ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്ത് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കണില്ല. എൻ്റെ ഒരു ഇത് ഞാൻ പലതിലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒറ്റ ലൈഫുള്ളത്, മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുക. പിന്നീട് നമ്മൾ അതോർത്ത് വയസ്സാം കാലത്ത് പ്രായമായിട്ട് നരച്ചിരിക്കുമ്പോൾ അത് ഓർത്ത് റിഗ്രറ്റ് ചെയ്തിട്ട് ഒരാവശ്യമില്ല. സോ ഞാൻ എൻ്റെ ലൈഫ് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡ്, 2 പൊന്നോമനകളായ 2 മക്കളുണ്ട്. ഞാനതിൽ ഹാപ്പിയായി സന്തോഷമായി പോകുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ ഹാപ്പിയായി സന്തോഷമായി പോകണതിന് ചിലർക്ക് കുരു കൂട്ടണമെന്ന് തോന്നുന്നു. പിന്നെ ധൈര്യം ഉണ്ടെങ്കിൽ നിൻ്റെ സ്വന്തം മുഖം കാണിച്ച് വെളിപ്പെടുത്തി വന്ന് കമൻറ്റ് ഇട്. ആർക്കും പറ്റും ഫേക്ക് ID കൂടെ ഉണ്ടാക്കി മെസ്സേജ് അയക്കാൻ, ആർക്കും പറ്റും. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ സ്വന്തം ID വന്ന് കമൻറ്റ് ഇട്. മനസ്സിലായാ? സ്വന്തം ID സ്വന്തം മുഖം കാണിച്ച് വന്ന് കമൻറ്റ് ഇട്.
അങ്ങനെ ധൈര്യം ഉണ്ടോ നിനക്കില്ലല്ലോ. അവിടെ എവിടെ ഇരുന്ന് കുണു പറയാനൊക്കെ അറിയാം. ഇതിപ്പോൾ എനിക്ക് വേണമെങ്കിൽ കേസൊക്കെ ബോഡി ഷേമിങ്ങൊക്കെ വലിയ അഞ്ചോടോ ഇപ്പം വേടാടോ നിർത്താൻ കേട്ടോ കേസ്. ബോഡി ഷേമിങ്ങൊക്കെ വലിയ കുറ്റാണ്, കേസ് എടുക്കുക. പക്ഷെ ഞാൻ കേസൊന്നും കൊടുക്കുന്നില്ല. എന്തിന് കേസ് കൊടുക്കണ്? ഇതിൻ്റെ ഒന്നും ഇവരോടൊന്നും ഈ കേട്ടില്ലേ, പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാൽ അത് വളഞ്ഞേ ഇരിക്കുള്ളൂ. അതൊരിക്കലും നിവരാനൊന്നും പോകുന്നില്ല. അപ്പോൾ അത് വളഞ്ഞു തന്നെ ഇരിക്കുള്ളൂ. പോത്തിൻ്റെ നമ്മളത്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ളവർക്കൊന്നും ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. മിണ്ടാതെ ഇനി പറയട്ടെ. പക്ഷെ എനിക്കൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. എനിക്ക് വേറെ എന്തൊക്കെയോ പറയണമെന്നിങ്ങനെ എന്താ പറയുക ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ ഓണാക്കി ഫ്രണ്ടിൽ വന്നിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും പറയാൻ കിട്ടിയില്ല. പിന്നെ ഞാനിതിൽ ഹാപ്പിയാണ്. എൻ്റെ ലൈഫ് ഞാൻ ഹാപ്പിയായി കൊണ്ടുപോകണു. ഞാൻ ഫിസിക്കലി മെൻ്റലി ഞാൻ ട്രിപ്പിൾ ഓക്കെയാണ്. ഇപ്പോൾ നല്ലതായി എൻ്റെ ലൈഫ് മുന്നോട്ട് പോകണം. എനിക്ക് ഇതിലും വലുതായിട്ട് വേറെ ഒന്നുമില്ല. ഞാൻ എന്താ പറയുക, പിന്നെ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കണില്ല. ആരുടെയും ജീവിതത്തിന് ഒരു അടങ്കോലും ആക്കാൻ വരുന്നില്ല. എൻ്റെ ലൈഫ്, എൻ്റെ പിള്ളേർ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഫാമിലി നോക്കി ഞാൻ മിണ്ടാതെ മൂലയ്ക്ക് കുത്തിയിരുന്ന് കാര്യങ്ങൾ നോക്കി പോകുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കുണയ്ക്കാൻ നിൽക്കണ്ട. ഒന്നാമത്തെ കാര്യം. ദൈവമേ, ഇതൊക്കെ കൂടി പോകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കിത് പറയാതിരിക്കാൻ എനിക്ക് തോന്നുന്നു കുറേ ആയി ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ്ലി എൻ്റെ കണ്ടിന്യൂസ്ലി മെസ്സേജ് വരുന്നു. മീൻസ് ഈ ഒരു കമൻസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്ത് വിട്ടേക്കാമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇനിയും നിങ്ങൾ വന്ന് പറഞ്ഞോ, തെറി വിളിച്ചോ, എന്ത് വേണേലും വന്ന് പറഞ്ഞോ, ഇനിയും കമൻ്റ് ഇട്ടോ, ഇനിയും വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് എന്ത് വേണേലും പറഞ്ഞോ. ഗൊറില്ല, നീഗ്രോ, വൃത്തിയില്ല, കറുപ്പാണ്, അങ്ങനെ എന്ത് വേണേലും പറഞ്ഞോ. എനിക്കൊരു മണ്ണുമില്ല. ഞാനിത് കേട്ട് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് എന്നാണ് വിചാരിച്ചിരിക്കുന്നെങ്കിൽ അങ്ങനെയല്ല. എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. കമല ഇനി വൈ ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.